വീട്ടിലെപ്പോഴും നമ്മൾ പഴംപൊരി അടിക്കുമ്പം നമ്മളെപ്പോഴും പറയാറില്ലേ ചായക്കടയിലതുപോലെ ഒത്തില്ലെന്ന്. എന്നാൽ അങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഒരു സൂത്രവിദ്യയുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത്തയ്ക്കാപ്പം എന്ന് പറയും, പല നാട്ടിലും പല പേരായിരിക്കും. അന്നേരം നമുക്കിപ്പം പഴംപൊരി എന്ന് പറയാം. അന്നേരം നല്ല പഴുത്ത പഴമാണ് ഇതിനെടുത്തേക്കുന്നത്. എപ്പോഴും പഴംപൊരിക്ക് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്ത് 1 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്, മൈദയല്ല ഗോതമ്പ് മാവാണ്. ഇനി നമ്മളിതിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ ദോശമാവാണ് ചേർക്കുന്നത്. ദോശമാവ് ഒരു 5-6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം. കണ്ട പഴം ഇതേപോലെ ഏത്തയ്ക്ക ഇതേപോലെ എടുത്തിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവിനകത്ത് ഇതേപോലെ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ പഴംപൊരി തയ്യാറാക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാവിൻ്റെ ആ പൊള്ളിച്ചിങ്ങനെ വരത്തില്ലേ, അതേപോലെ വരത്തുള്ളൂ. ഇതിപ്പം ഏകദേശം മീഡിയം ഫ്ലെയിമിലല്ല, അതിൻ്റെ മുകളിലാണ് ഞാൻ തീ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കും. അങ്ങനെയാണ് എപ്പോഴും ഞാൻ തയ്യാറാക്കാറ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ബാറ്റർ അങ്ങ് ചപ്പിയതുപോലെ ആയിപ്പോകും. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കും. വൈകുന്നേരങ്ങൾ നല്ലൊരു സ്നാക്കായിരിക്കും, കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. അന്നേരം ഈ പഴംപൊരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.